ഹലോ, അസ്സലാമലൈക്കും. എളുപ്പം പറയും. ഞാൻ ഇവിടെ സ്കൂൾക്ക് കുട്ടികളെ പറഞ്ഞേക്കണ തിരക്കിലാണ്. ഞാനേ എക്സിറ്റ് അടിച്ചേക്കണു. പണിയില്ലാതെ ഇവിടെ ഇങ്ങനെ നിന്നിട്ട് എന്താ കാര്യം? നാട്ടിലേക്ക് പോരാണ് നാളെ. ടിക്കറ്റ് എടുത്തേക്കണു. അല്ല മനുഷ്യ, നിങ്ങൾ ഈ നാട്ടിൽ വന്നിട്ട് ഇവിടെ എന്ത് കാട്ടാനാണ്? ഞാൻ ആദ്യം എന്ത് പണിക്കാ പോയിരുന്നത്? ആ പണിക്കാണ് പോവും, കൂലിപ്പണിക്ക്. മനുഷ്യ, നിങ്ങൾക്ക് ഇതിനോട് പറയാൻ ഉറച്ചല്ല. ഈ കൂലിപ്പണിക്കും കൂടെ പോണ്ടിയുള്ളൂ. ഒരു ഗൾഫുകാരന്റെ പെണ്ണുങ്ങളെന്ന് പറയുമ്പോ എനിക്ക് ഇന്ന നാട്ടിലൊരു നിലയും വലിയ അന്തസ്സും ഉണ്ടായിരുന്നു. അന്തസ് നാട്ടിൽ പണിയെടുത്തിട്ടുള്ള അന്തസ്സൊക്കെ മതി. എന്താന്നല്ലേ, നിങ്ങൾക്ക് മാത്രമേ സൗദി അറേബ്യ പണി കിട്ടായുള്ളൂ. ഇവിടെ ഓരോന്ന് പറഞ്ഞാണ്ട് നാട്ടിൽ വന്ന് കുത്തിരിക്കാനുള്ള ഓരോരോ ഐഡിയ പറയന്നെ. നിങ്ങൾ നിർത്തി പോരാനാണ് നിങ്ങളെ ഉദ്ദേശം എന്നുണ്ടെന്നുണ്ടെങ്കിലേ ഞാൻ എന്റെ പെരയെ കണ്ടു പോവും. ഒരു നിർത്തി പോലേരം വന്നിക്കണ്. എന്നാ അന്റെ തന്തിന്റെ ടീച്ചറിന്റെ വർത്താനം പറഞ്ഞാള്. പട്ടിനെ കാണാൻ പച്ചിക്കും പൂതിയുണ്ടേ. പച്ചി നാളെ വരൂട്ടോ. ആ, മുട്ടായി കൊണ്ടുവരണ്ട കേട്ടോ. വാലൈക്കും അസ്സലാം. ഹലോ, അമ്മയുടെ കരിപ്പൂര് ഇറങ്ങിണു. ആ കൊണ്ടുവരാൻ ഫാറൂഖ് മുനീർ വന്നിട്ടുണ്ട്. 1 മണിക്കൂറാകുമ്പോ പെരീക്കെത്തും. ഉമ്മാക്കൊക്കെ എന്നെ കാണാനായിട്ട് പൂജയായിട്ടുണ്ടാവൂലേ? പെണ്ണുങ്ങൾക്ക് കുട്ടിയൊക്കെ എന്താ വാങ്ങിക്കണേ? ആർക്കും ഒന്നും വാങ്ങിയിട്ടില്ല. 3 മാസമായിട്ട് പണിയില്ല. റൂമ് കുത്തിറക്കുന്നു. സത്യം പറഞ്ഞ ആർക്കും ഒന്നും വാങ്ങിയിട്ടില്ല. എന്തായാലും പെരീ പോയി പറയാന്നാവോ. ഓരെല്ലാരും വലിയ പ്രതീക്ഷയില്ല. ഇതെന്തേലും കഴിച്ചടാ? എനിക്കൊന്നും പാണ്ടാ. ഞാൻ ചായക്കടയിലും സൈഡായിക്കാ, ചായ അടിച്ചിട്ട് പോവാ. ഹലോ, പെച്ചിപ്പെത്തൂട്ടോ. ഞാൻ ചായപ്പിടിയിൽ ഇറങ്ങിക്കാണേ, ചായ അടിച്ചാനേ. കൊടുന്നു. ആരാ? മോളാണ്. മുട്ടായി കൊടുത്തിട്ട് ചോദിച്ചു. ഇപ്പച്ചി എവിടെ എത്തിന്ന്? ഞാനാണെങ്കിൽ ഒന്നും വാങ്ങിയിട്ടില്ല. എന്റെ അടുത്ത് അതിനുള്ള പൈസ ഒന്നുമില്ല. ഫാറൂഖേ, ഇടവന്റെ കുട്ടി വിളിച്ചിരുന്നു. 5 പൈസ അല്ലാതെ വന്നിക്കണത്. സാധനങ്ങളൊന്നും വാങ്ങിക്കൊടുത്തിട്ടില്ല. എന്താ ചെയ്യപ്പോ? നമ്മള് കാരക്കാട് വഴിക്കല്ല പോവാ. അവിടെ ഓങ്ങല്ലൂരേ അജുവ എന്ന് പറഞ്ഞിട്ടൊരു ഡേറ്റ്സിന്റെ കട ഉണ്ട്. ഗൾഫിത്തെ എല്ലാ മുട്ടായും കിട്ടും. നമുക്ക് അവിടുന്ന് എന്താ വെച്ചാൽ വാങ്ങിക്കൊടുക്കാം. ഞാൻ വരുന്ന വരവാ. എന്നിട്ട് എന്തൊക്കെയാ? കുട്ടിനെ ഞാൻ സ്കൂളിൽ പോകുമ്പോ കണ്ടിരുന്നു. ഇപ്പച്ചി വരുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞേ. ആയിക്കോട്ടെ, ഞാൻ പോയോക്കട്ടെ. കാണാ. ആരപ്പത് വരുന്നുണ്ടൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു. അല്ല, പെട്ടി മറുമാണൊന്നും ഇല്ലേ? ഈ ബാഗന്നെ ഉള്ളൂ? പെട്ടിയൊക്കെ ഉണ്ട്. കാർഗോ ആയി വിട്ടേക്കാണ്. 2 ദിവസം കൊണ്ടൊക്കെ എത്തും. അല്ല, ഇപ്പൊ എയർപോർട്ട് കാറ് കൊണ്ടാൻ വന്നില്ലേ? എയർപോർട്ടിക്ക് ഫാറൂഖ് മുനീർ വന്നിന്നേ. ഓരിപ്പോ ഈ ഇടയിന്റെ അടച്ച ആക്കിക്കാണ് പോയി. നമ്മളവിടക്ക് വണ്ടി പോവില്ലോ. നിങ്ങളെ മരത്തിൽ ഗൾഫുകാരൊക്കെ ഇവിടെ ഉണ്ടായിട്ട് നമ്മളെ ഉമ്മരത്തൊക്കെ എന്നാ ഇനി ഒരു വണ്ടി വരിക? റോഡൊക്കെ നമ്മളെടുക്കും വരും. കണ്ടോളിങ്ങള്. എന്നാ ശരി, എന്നാലേ ഞാൻ പോവാ. അല്ല, എവിടേക്ക് പോണ്ടേ? ഞാൻ പെരീക്ക്. പെരിയിലാരാ? അന്റെ പെണ്ണുങ്ങൾ കുട്ടികളെ ഇതിനോട് പോയത്? ഇതിലെ പോവേ? എവിടക്ക്? അപ്പൊ ഇജ്ജ് വരുന്നുണ്ട് പോലെ അറിഞ്ഞിട്ടില്ലേ? പറഞ്ഞീന്നു. അന്റെ കുട്ടിയുടെ നുരോച്ച അങ്ങനെ പോണു. മുട്ടായി കൊണ്ടുവരുമ്പോ ഇപ്പച്ച് വരും എന്നൊക്കെ പറയാണ്ട് ഓളാണെങ്കിൽ അതിനെ തച്ച് കൊണ്ടുപോകൊണ്ടേനു. ഇച്ചാണ് ആ കുട്ടീന്റെ കരച്ചിൽ കണ്ടിട്ട് പാവം തോന്നാ. അപ്പൊ ഇജ്ജ് വരുന്ന നേരത്ത് ഇങ്ങനെ ഓള് അങ്ങോട്ടും പെരിക്ക് പോവാ. ഞാന് പണി നിർത്തി പോരാന്നോളോട് പറഞ്ഞു. അപ്പൊ പറഞ്ഞതാ എന്നോട്, അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ പെരേക്കു പോട്ടനാല് എന്റെ കുട്ടിന് മാത്രം കിട്ടിയാൽ മതി.
ആരല്ലടാ ഓട്ടെ ഒക്കെ ശരിയാവും. ഞാൻ വരുന്നും കാത്തിക്കണ്ട് പെരിയിൽ സന്തോഷത്തോടെ കാത്തിക്കുന്ന ഒരാളുണ്ട് എന്റെ അമ്മ അമ്മക്ക്